ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ എക്സ്പെക്ടേഷൻസും ഒപ്പം തന്നെ അനാലിസിസുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ US സൂചികകളിലേക്ക് നോക്കുമ്പോഴും തീർച്ചയായിട്ടും ഒരു പോസിറ്റിവിറ്റിയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡൗ ജോൺസിലും നാസ്ഡാക്കിലും അടക്കം വളരെ ശക്തമായിട്ട് ബുൾസിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഡൗ ജോൺസിലേക്ക് എത്തുകയാണെങ്കിൽ 600 പോയിന്റ്സിനടുത്തൊരു മുന്നേറ്റം രേഖപ്പെടുത്തി 42,583.32 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നാസ്ഡാക്ക് എത്തുകയാണെങ്കിലും 2.25% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ചും ഇന്നലെ ടെസ്ലയുടെ ഓഹരികളിലൊക്കെ ഏകദേശം ഒരു 12%-അടുത്തൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആമസോൺ, മെറ്റ, എൻവിഡിയ തുടങ്ങിയ ഓഹരികളിലെല്ലാം നേട്ടം 3%-ലധികമാണ്. ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നമുക്കറിയാം, കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് തന്നെ അമേരിക്കൻ വിപണിയിൽ വളരെ സിവിയർ ആയിട്ട് ഒരു കറക്ഷനായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ മാർച്ച് 13 ആയിരുന്നു അതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം നമ്മൾ ഒത്തിരി ഷോർട്ട് കവറിംഗ് ആയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത്. ബട്ട് ഇന്നലെ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിലും നമുക്ക് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് 2 ഇൻഡിസസിലും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ലോങ് ടേം ട്രെൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ബുള്ളിഷായി മാറണമെങ്കിൽ 43,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നലത്തെ ആ ഒരു ശക്തമായിട്ടൊരു മൂവ്മെന്റിനെ തുടർന്ന് എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെടും. അറ്റ് ദ മൊമെന്റ് നമ്മൾ ഷോർട്ട് പൊസിഷൻസ് അമേരിക്കൻ വിപണിയിൽ മെയിൻറ്റെയിൻ ചെയ്യരുത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ട്രെൻഡ് റിവേഴ്സൽ ഇതുവരെ നടന്നിട്ടില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം കാണുന്ന റെസിസ്റ്റൻസ് 20,500, അതിനുശേഷം 20,900 പോയിന്റ്. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി അതിലെ തുടക്കം നിമിഷങ്ങളിൽ തന്നെ ടെസ്ലയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ടെസ്ലയുടെ കേസിൽ ടെസ്ലയ്ക്ക് $219 ലെവലിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ടിൽ നിന്നായിരുന്നു ഇന്നലെ നമുക്ക് ആ ഒരു കുതിപ്പ് കാണാൻ സാധിച്ചത്. ഈ ടെസ്ലയുടെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $300. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 322. അപ്പം കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമോഡിറ്റി മാർക്കറ്റ് പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് എത്തുമ്പോൾ ഇന്നിപ്പോൾ ഒരു നേരിയ തോതിലുള്ള ഒരു ഫ്ലാറ്റ് സ്റ്റോണിലേക്കാണ് WTI ക്രൂഡും ഒപ്പം തന്നെ ബ്രെന്റ് ക്രൂഡും എത്തിയിരിക്കുന്നത്. WTI ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും $68.935 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. കൂടുതലായിട്ടും ഇന്നിപ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് നടന്നിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് ഒരു ഹൈ ലെവൽസിലൊരു കൺസോൾട്ടേഷനിലേക്കാണ് പോയിരിക്കുന്നത്. ബ്രണ്ടിലേക്ക് എത്തുകയാണെങ്കിലും $72.375 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ബൈയിങ് നടന്നതിന് ശേഷം ആ ഒരു ഹൈ ലെവൽസിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് ബ്രെൻഡിലും കാണാൻ സാധിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പിലോട്ടാണ് ക്രൂഡ് ഓയിൽ വഴിമാറിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ $71.50, അതിനുശേഷം $73. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കും. ബട്ട് വീണ്ടും ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയ $65. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ഇന്നിപ്പോൾ ഗോൾഡിലും കാണാൻ സാധിക്കുന്നത്. ഒരു കൂടുതലായിട്ടും ഇന്നത്തെ ഒരു ഇൻട്രാഡേ ആദ്യത്തെ ഏർലി അവേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് പ്രധാനമായിട്ടും ഈ ഗോൾഡിലും കാണുന്നത്. നിലവിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് ട്രോയ് ഔൺസിന് $311.415 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതൊരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത്. $365 ലെവലിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $2,985 ലെവൽ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ചാൻസസ് ഉണ്ട്. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല.
യെസ്, അതിനോടൊപ്പം നമുക്ക് ആഭ്യന്തര വിപണിയിലേക്ക് എത്തുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു 6ാമത്തെ ദിവസം ഒരു വിന്നിംഗ് സ്ട്രീക്കിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,658.35 എന്ന നിലയിൽ ഏകദേശം 307 പോയിന്റ്സിൻ്റെ അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇനി മുന്നോട്ടേക്ക് ഏതൊക്കെ ലെവലുകളായിരിക്കും പ്രധാനമായിട്ടും താങ്കളുടെ ഒരു ഫോക്കസിലേക്ക് എത്തുക? നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു, ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തുടരുന്നു. നിഫ്റ്റി 50യുടെ കേസിൽ 24,000 24,200 വളരെ മേജർ റെസിസ്റ്റൻസാണ്. ഇത്രയും ശക്തമായിട്ടൊരു റാലി വന്നതിനെ തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. മാർക്കറ്റിൽ കാര്യമായിട്ട് ഒരു ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു മേജർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ലോങ് പൊസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പുതിയ ലോങ് പൊസിഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് അത് മോണിറ്റർ ചെയ്ത് കറക്റ്റ് സമയത്ത് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. യെസ്, അതിനോടൊപ്പം തന്നെ സാർ ഇന്നലത്തെ ഒരു ട്രേഡ് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ബാങ്കിങ്, ഫൈനാൻഷ്യൽ സർവീസ് ഓഹരികളായിരുന്നു ഏറ്റവും അധികം മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 1,111 പോയിന്റ്സിനൊരു മുന്നേറ്റത്തിൽ 51,704.95 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആണ് നടന്നിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇന്നലെ താങ്കൾ ഇതേ ഫോറത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രോങ് ആയിട്ടൊരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന്. ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി ബാങ്കിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതൊക്കെ ലെവലുകളായിരിക്കും ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്? തീർച്ചയായിട്ടും അല്ല, നമ്മളെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന റെസിസ്റ്റൻസ് ലെവൽ 51,300 പോയിന്റ് ആയിരുന്നു. ഇന്നലെ വളരെ ശക്തമായിട്ടായിരുന്നു ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തത്. നമ്മൾ ബാങ്കിങ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് സെക്ടർ ബാങ്കോ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സോ അല്ലായിരുന്നു. വി സോ ഓവറോൾ ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ബാങ്കിങ് സെക്ടറിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അത് വളരെ ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് തന്നെയായിരുന്നു. സോ ഈ ഒരു ട്രെൻഡ് റിവേഴ്സലിനെ തുടർന്ന് നമ്മൾ ഇനി ഷോർട്ട് പൊസിഷൻസ് ബാങ്കിങ് സെക്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യരുത്. ബട്ട് ഞാൻ നേരത്തെ നിഫ്റ്റി 50യിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇനി ഒരു വീണ്ടും ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ബാങ്കിങ് മേഖലയിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. സാർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പൊതുമേഖലാ ബാങ്കുകൾ മാത്രമല്ല പ്രൈവറ്റ് പ്ലേസിനും വളരെ ശക്തമായിട്ടൊരു ഭയം കടന്നു വന്നിരുന്നു എന്ന്. പക്ഷേ ഇന്നലത്തെ ഒരു ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. PSU സൂചികയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3% ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഒരു സെക്ടോറൽ വിന്നറായിട്ട് മാറാനായിട്ട് PSU ബാങ്ക് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. PSU ബാങ്ക് ഇൻഡെക്സിൽ തന്നെ SBIൻ്റെ ഒരു മുന്നേറ്റമാണ് എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 3.5% നേട്ടത്തിലാണ് SBN ഓഹരികൾ ഇന്നലെ ഇപ്പോൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. SBIനുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് അല്ല പറഞ്ഞത് വളരെ ശരിയാ. അതായത് PSU ബാങ്കിങ് ഇൻഡെക്സ് ആയിരുന്നു ഇന്നലെ നമുക്ക് ഔട്ട് പെർഫോമൻസ് നൽകിയത്. ബട്ട് ഇത് നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ആഴ്ചകളിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, എസ്പെഷ്യലി HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക് മുതലായ സ്റ്റോക്സിലായിരുന്നു ബൈയിങ് ഇൻട്രസ്റ്റ് മുഴുവൻ നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു സമയത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഒക്കെ തന്നെ ഒരു അല്പം പിന്നിട്ട് നിൽക്കുകയായിരുന്നു. ഇന്നലെയും മെഞ്ഞാന്നത്തെ ട്രേഡിംഗിലായിരുന്നു PSU ബാങ്ക്സിൽ വീണ്ടും ഒരു റിക്കവറി, സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 210 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. അതിനോടൊപ്പം തന്നെ താങ്കൾ ഇപ്പോൾ ICICI ബാങ്കിൻ്റെ ഒരു കേസ് കൂടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ICICI ബാങ്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ICICI ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇൻഫാക്ട് ICICI ബാങ്ക് നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്നലത്തെ വ്യാപാരത്തിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെയായിരുന്നു നമുക്ക് നൽകിയത്. സോ നമ്മൾ ഇത് വീണ്ടും എന്ത് കോണ്ടെക്സ്റ്റിലാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് നിഫ്റ്റി 50യിൽ നമുക്കൊരു ബെയറിഷ്നെസ് ആയിരുന്നു കണ്ടത്. ബട്ട് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസ് മാത്രമേ വേണ്ടി വന്നുള്ളൂ ICICI ബാങ്കിന് ആ ഒരു ലെവലിൽ നിന്നും പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്താൻ തന്നെ. സോ ഇതിൽ നിന്നും നമുക്കൊരു പാഠം നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ പലതവണയും നമുക്ക് അപ്സൈഡ്സ് ആൻഡ് ഡൗൺ സൈഡ്സ് കാണും. ബട്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ റിക്കവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിന്
നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. ഇൻഫാക്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഇറ്റ് ഇസ് ഇൻ ടു ദ IT സെക്ടർ. IT സെക്ടറിനെ കുറിച്ച് പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി വായിക്കുകയുണ്ടായി. ഒത്തിരി ബെയറിഷ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസ് കാണാൻ സാധിച്ചു. ബട്ട് എനിക്ക് തോന്നുന്നത് നിഫ്റ്റി IT ഇൻഡെക്സ് ബോട്ടം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നിഫ്റ്റി IT ഇൻഡെക്സ് ആയിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും കാര്യമായിട്ട് ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ കാണാനില്ല എന്ന്. ബട്ട് IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും എൻ്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് ഒന്ന് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. TCSന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് എനിക്ക് കാണാൻ സാധിക്കുന്ന 3450 രൂപയിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അതിനോടൊപ്പം തന്നെ HCL ടെക്നോളജിയുടെ കേസിലും വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബേസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 1500 രൂപയില. സോ ഇത്തരം സ്റ്റോക്സ് നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റഡി ചെയ്യുക. ബിക്കോസ് എനിക്ക് തോന്നുന്നത് റിസ്ക് ടു റിവാർഡ് റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നല്ല ഒരു സെറ്റപ്പാണ് IT മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് ഫൈനാൻസ് സർവീസ് സെക്ടറാണ്. ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആയിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം നിഫ്റ്റി ബാങ്കിനോട് അടുത്ത് അത്രയധികം തന്നെ മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയ്ക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയും ബജാജ് ഫിനാൻസ് ഇന്നലെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 9115 രൂപ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും 9115 രൂപ എന്നൊരു നിലയിലേക്ക് ാണ് എത്തിയിരുന്നത്. ഒരു പുതിയൊരു ഓൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നതും ഏകദേശം 2% നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. ബജാജ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഫിനാൻസ് ആയിരുന്നു ആക്ച്വലി നിഫ്റ്റി 50 ഫൈനാൻഷ്യൽ മേഖലയിലുള്ള റിക്കവറിയെ നയിച്ചത്. കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് തന്നെ നമുക്ക് ബജാജ് ഫിനാൻസിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് ബജാജ് ഫിനാൻസിന്റെ മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു. സോ ഇത്രയും വലിയൊരു നേട്ടം നമുക്ക് ഓൾറെഡി ലഭിച്ചതിനെ തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ കൈവശം ഓൾറെഡി എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ട്രേഡിംഗ് പർപ്പസിനുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 8920 രൂപ. പുതിയ ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിലെ മറ്റൊരു ഡൊമിനന്റ് പ്ലെയർ ആണ് ശ്രീറാം ഫൈനാൻസ് ഓഹരികൾ എന്ന് പറയുന്നത്. ശ്രീറാം ഫൈനാൻസിനെ സംബന്ധിച്ചിട്ട് തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിരുന്നുവെങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽസിൽ ഓഹരികളിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് പ്രധാനമായിട്ടും ഒരു സൈഡ് വേസ് പാറ്റേണും ട്രേഡിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്കും നേരിയ തോതിലൊരു റിക്കവറിയുമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.77% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ശ്രീറാം ഫൈനാൻസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ശ്രീറാം ഫിനാൻസിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്ക് എനിക്ക് കാര്യമായിട്ട് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 730 രൂപയ്ക്ക് അടുത്ത ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുമില്ല. ഒപ്പം തന്നെ സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് മോത്തിലാൽ ഓസ്വാൾ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ ഒരു ഓഹരികളായിരിക്കും ഒരു പക്ഷേ ഇന്ത്യയുടെ റിന്യൂവബിൾ സെക്ടറിൽ ഏറ്റവും അധികം ഒരു മുന്നേറ്റം നടത്തുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് പറയുന്നത്. ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 2.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സുസ്ലോൺ ഓഹരികൾക്ക് ഇന്നലെ സാധിച്ചിട്ടുണ്ടായിരുന്നു. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 61 രൂപ 80 പൈസ. അതിനുശേഷം കാണാൻ സാധിക്കുന്ന റെസിസ്റ്റൻസ് 67 രൂപ. 67 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ശക്തമായിട്ടൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം.
യെസ്. അതിനോടൊപ്പം തന്നെ സ്വിറ്റ്സർലൻഡ് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന, എന്നാൽ അതിൻ്റെ ഒരു മറ്റൊരു ആം എന്ന് പറയാൻ സാധിക്കില്ല, മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു കമ്പനിയാണ് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള IREDA. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം നേട്ടം പരിശോധിക്കുകയാണെങ്കിൽ 9.83% മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് 170.04 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. RBIയുടെ ഭാഗത്തുനിന്നുള്ള അനുകൂലമായിട്ടുള്ള നടപടികളൊക്കെ ഓഹരികൾക്ക് ഒരു ബൂസ്റ്റിംഗ് നൽകിയിട്ടുണ്ട്. IREDയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IREDയുടെ കേസിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 അപേക്ഷിച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അണ്ടർ പെർഫോമൻസ് IREDയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദ മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 200, അതിനുശേഷം 215, 220 ആ ഒരു റേഞ്ച് ആയിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് മറികടന്നാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കെയർഫുൾ ആയിട്ട് വേണം എടുക്കുക. യെസ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിഫൻസ് ഓഹരികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ടുന്ന ഒരു ഓഹരികൾ സെഗ്മെന്റ് കൂടിയാണ് റെയിൽവേ എന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ ഒരു സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഏറ്റവും അധികം നേട്ടം നൽകിയ ഓഹരികളാണ്. അതിൽ തന്നെ RVNലുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു ടേക്കാണ് ആദ്യം ചോദിക്കുന്നത്. RVNൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അനില, അൺഫോർച്ചുനേറ്റ്ലി RVNLന്റെ കേസിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അണ്ടർ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ RVNLന്റെ കേസിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ RVNLന്റെ കേസിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 382 രൂപ. ഇന്നലെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 371 രൂപ 55 പൈസയില്ല. സോ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 400, 420, 465. 465 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. യെസ് സർ. ഒപ്പം തന്നെ റെയിൽടെല്ലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഏകദേശം 5.5% മുകളിൽ ഒരു നേട്ടം നൽകി ട്രെയിനിങ് അവസാനിപ്പിച്ച ഓഹരി കൂടിയാണ് റെയിൽടെല്ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റെയിൽടെലിന്റെ കേസിലും RVNL പോലെ തന്നെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 343 രൂപ. ബട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 422 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് റെയിൽടെലിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഇന്നലെ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിൽ മെസഗോൺ ഡോക്ക് ഏകദേശം 2.5% നേട്ടം നൽകിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ് ആൻഡ് ഓഹരികളാണെങ്കിലും 3.4% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാർഡൻ റീച്ച് മാത്രമാണ് കമ്പാരിറ്റീവ്ലി ഒരു അധികം പെർഫോം ചെയ്യാതെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ നിലനിന്നത്. ഈ 3 ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മാസഗോൺ ഡോക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 2800 രൂപയാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ താമസിക്കാതെ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഓൾ ടൈം ഹൈ 2920 രൂപയ്ക്ക് അടുത്ത കാണുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് തീർച്ചയായിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1720 രൂപ. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഇത് ലോങ് ടേമിന് വേണ്ടി ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് സ്റ്റോക്ക്. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1200 രൂപയുടെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഫൈനലി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഗാർഡൻ റീച്ച് ആയിരുന്നു നമുക്ക് ഈ മാസത്തിൽ ഏറ്റവും നല്ല ഒരു റിട്ടേൺ നൽകിയിരിക്കുന്നത്. ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ അറ്റ് ദ മൊമെന്റ് എനിക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് അതിന്റെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ലെവല് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു
പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് മൊമെന്റം കാണാൻ സാധിക്കുന്നത്. ഇത് 1800 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള ചില ഓഹരികൾ കൂടിയാണ് ചോദിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇതേ ഫോർത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഓഹരിയായിരുന്നു ഭാരത് എർത്ത് ലിമിറ്റഡിൻ്റെത്. BEML ഓഹരികൾ ഇന്നലെ ഏകദേശം 3.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BEML താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BEMLന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഷോർട്ട് കവറിംഗ് നടന്നിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3100 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 3850 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. സർ, അതിനോടൊപ്പം തന്നെ CDSLുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. CDSLനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.5% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൽകിയതെങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. CDSLലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? CDSLന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. സോ CDSLന്റെ കേസിലും BEMLനെ പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 1275 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് മേജർ റെസിസ്റ്റൻസ് 1460 രൂപയിലാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ മദേഴ്സ് ആൻഡ് സുമി വയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം 3.25% ഒരു നേട്ടം നൽകിയ ഓഹരി കൂടിയാണ് മദേഴ്സ് ആൻഡ് സുമി വയറിംഗ് എന്ന് പറയുന്നത്. റിട്ടേൺസ് ഒക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു വീക്കിനിടെ മാത്രം 9.5% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ മദേഴ്സ് ആൻഡ് സുമി കഴിഞ്ഞ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് ഷോർട്ട് ടേമിൽ ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 65 രൂപയിലായിരിക്കും. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 48 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സർ, അതിനോടൊപ്പം തന്നെ ഹഡ്കോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹഡ്കോയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുതൽ വളരെ ശക്തമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ച ഒരു ഓഹരി കൂടിയാണ്. ഇന്നലെ മാത്രം ഏകദേശം 3.11% നേട്ടം നൽകാനായിട്ട് ഹഡ്കോയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഹഡ്കോ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അതിനുള്ള ഹഡ്കോയിൽ ഒരു ഡിസ്ക്ലോഷർ, എനിക്ക് ഓൾറെഡി പേഴ്സണലി ഒരു ലോങ് പൊസിഷൻ ഹഡ്കോയിലുണ്ട്. ആൻഡ് ഹഡ്കോയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് 222 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഇത് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 245 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സർ. ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.